ഇന്ന് വൈകിട്ട് വീട്ടിൽ എല്ലാവർക്കും പായസം കുടിക്കാൻ വല്ലാത്ത പൂതി. അങ്ങനെ പായസത്തിനുള്ള സേമിയ വാങ്ങിക്കാനായി എന്നെ അമ്മ പറഞ്ഞയച്ചതാണ്. അപ്പൊ ഞാൻ വേഗം പോയി സേമിയ വാങ്ങിയിട്ട് വരാം. ഞാൻ വരുമ്പോഴത്തേക്കും കണ്ട കഴിച്ചതേ ഇതാണ്. ഇവിടെ കുറച്ച് കല്ലും മണ്ണൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കുകയാണ് ഇവിടെ അച്ഛനും മോളും. ആനപ്പുറത്ത് കയറി നിൽക്കുന്ന ഭാവത്തിലാണ് ട്ടാ ചിക്കു അവിടെ നിൽക്കുന്നത്. JCB കൊണ്ട് പണിയെടുക്കുന്നത് കണ്ട് ആരായാലും ഒന്ന് നോക്കി പോവില്ലേ. അങ്ങനെ ഞാനും നോക്കി നിന്ന് കുറെ സമയം ഇത് നോക്കി നിന്നിട്ട് സേമിയ വാങ്ങിയത് അമ്മയ്ക്ക് കൊടുക്കാൻ ഞാൻ മറന്നുപോയിട്ടാ. സേമിയ കൊണ്ട് കൊടുത്തിട്ട് വേണം അമ്മയ്ക്ക് പായസം ഉണ്ടാക്കാൻ. അങ്ങനെ കുറച്ച് വൈകിയാണെങ്കിലും സേമിയ നമ്മൾ അവിടെ അമ്മന്റെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഊഴും അമ്മയുടെയാണ്. പാൽ പാക്കറ്റുകൾ ഓരോന്നായി ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അമ്മ. കഴിഞ്ഞ ചിക്കുന്റെ ബർത്ത്ഡേക്ക് ഇതുപോലെ പായസം ഉണ്ടാക്കിയപ്പോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. അതേ പായസം കുടിക്കാൻ ആഗ്രഹം തോന്നിയിട്ട് ഇവിടെ ഉണ്ടാക്കുന്നതാണ്. എന്തായാലും ഇപ്പൊ രാത്രി ആയതുകൊണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പായസം കുടിക്കുള്ളൂ. പായസം ആവുന്നവരെ കിച്ചണിൽ നിൽക്കാനുള്ള ക്ഷമയില്ലാത്ത കാരണം ഞാൻ പോയി TV കാണുകയായിരുന്നേ. അതിനിടയ്ക്ക് അമ്മയുടെ വിളി വന്നു, കിച്ചുട്ടാ പായസം ആയിട്ടുണ്ട്, ഒന്ന് വന്ന് നോക്ക്. ഇങ്ങനെയൊക്കെ വിളിച്ച ഞാൻ പിന്നെ എങ്ങനെ പോയി നോക്കാതിരിക്കും. നല്ല അസ്സല് മണം ഇവിടെ വരുന്നുണ്ടായിരുന്നു. നല്ല കുറുകിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, അത് വീഡിയോ എടുത്തില്ല. അങ്ങനെ എല്ലാവർക്കും ഉള്ള പായസം അമ്മ ദേ ഗ്ലാസ്സിൽ ഒഴിക്കുന്നുണ്ട്. ആദ്യത്തെ ചടങ്ങ് നമുക്ക് ദേ പായസം കുടിക്കാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറെ പണിയുണ്ട്. ബുക്കെല്ലാം ഇന്നിരുന്ന് കവർ ചെയ്യാനുണ്ട്. അമ്മ നല്ല ചൂട് പായസമായിട്ട് ദേ അമ്മ മന്ദം മന്ദം നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അച്ഛൻ ദേ തൊട്ടപ്പുറത്ത് പായസം ഡെക്കറേറ്റ് ചെയ്യാനുള്ള ബദാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് കട്ടെടുത്ത് തിന്നാൻ നിൽക്കുകയായിരുന്നു ചിക്കു. അങ്ങനെ അവള് പായസം ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം, എല്ലാരും മാറി നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ടാണ് അവള് നിൽക്കുന്നത്. അതിനിടയ്ക്ക് ഞാനും കൂടി അങ്ങോട്ട് അതിക്രമിച്ച് കയറി. എന്നാ ഇനി ബാക്കി മൊത്തം കിച്ചോട്ടം ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവള് പിണങ്ങി പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 ആൾക്കുള്ള പായസം ദേ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പായസം കുടിച്ചോണ്ട് ബുക്ക് കവർ ചെയ്യാം. അങ്ങനെ കവർ ചെയ്യാനുള്ള ബുക്കും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുക്കാൻ പോവാണ്. ഞാൻ എന്റെ ബുക്ക് എടുക്കുന്നു, ചിക്കുന്റെ ബുക്ക് എടുക്കുന്നു. എങ്ങനെ പോയാലും അവസാനം നിങ്ങൾ അടി ഉണ്ടാക്കും. അത് ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ അമ്മ പ്രത്യേകം പറഞ്ഞു 2 പേരുടെ സാധനങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചോളാൻ. സാധാരണ അമ്മ തന്നെയാണ് നിങ്ങൾക്ക് ബുക്കെല്ലാം കവർ ചെയ്ത് തരാറ്. സാധാരണ ഞാൻ ചെയ്താൽ വലിയ ഭംഗി ഉണ്ടാവില്ല. എന്നാൽ ഇത്തവണ എല്ലാരും കൂടി കവർ ചെയ്യാൻ പറഞ്ഞു അമ്മ. അങ്ങനെ എല്ലാ ഐറ്റംസും അവിടെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ ഇതേ പായസം കുടിക്കാൻ പോവാണ്. പുറത്ത് ചെറിയ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മഴയും നല്ല ചൂട് പായസം. ആഹാ അന്തസ്. നിന്റെ പായസത്തിൽ മാത്രം കൂടുതൽ നട്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞ് ചിക്കുതേ അടി കൂടാൻ വന്നിരിക്കുകയാണ്. പായസം കണ്ടതും നമ്മുടെ മിലു ഓടി വന്ന് അമ്മയുടെ മടിയിലിരിക്കുന്നുണ്ട്. അങ്ങനെ അടിയിടിയും എല്ലാം കഴിഞ്ഞ് പായസം കൂടിയും കഴിഞ്ഞു. അങ്ങനെ ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഒതുക്കിയില്ല, 2 ഗ്ലാസ് വീതം പായസം നമ്മൾ കുടിച്ചു തീർത്തു. ഇനിയാണ് നമ്മൾ അടുത്ത യുദ്ധം തുടങ്ങുന്നത്. ഒത്തൊരുമിച്ച മലയും പോരും എന്നാണല്ലോ ചൊല്ല്. അതുകൊണ്ട് തന്നെ എല്ലാരും കൂടി ശ്രമിച്ചാൽ ഈ പണി പെട്ടെന്ന് തീരുമെന്ന് വിചാരിക്കുന്നു. അമ്മ ഓരോ ബുക്കിനുള്ള കവർ കട്ട് ചെയ്ത് മാറ്റുന്നു. അച്ഛൻ അത് ബുക്കിൽ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. കവർ ചെയ്ത ബുക്ക് ഞാൻ സ്റ്റാപ്ലർ അടിച്ച് സെറ്റ് ആക്കുന്നു. അതിലവസാനം നെയിം സ്ലിപ്പ് ഒട്ടിക്കുന്നു നമ്മുടെ ചിക്കു. ഇങ്ങനെ 4 ആൾക്കും 4 ജോലികളായി. ഇതിൽ ഏറ്റവും ഭാരം കൂടിയ ജോലി ചിക്കുനാണെന്നാണ് അവള് പറയുന്നത്. നെയിം സ്ലിപ്പ് ഒട്ടിച്ചിട്ട് അവൾക്ക് തലവേന എടുക്കുന്നു, നടുവേന എടുക്കുന്നു എന്നുള്ള വലിയ വലിയ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിക്കു. അങ്ങനെ അതിനിടയ്ക്ക് ഞാനും കുറച്ച് ബുക്കൊക്കെ കവർ ചെയ്ത് നോക്കി. ഇരുന്നിരുന്ന് എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ. പകുതിക്ക് വെച്ച് നിർത്താനും പറ്റാത്ത അവസ്ഥയാണ്. കാര്യം നാളെയാണ് നമ്മുടെ സ്കൂൾ തുറക്കണതേ. കവർ ചെയ്യാൻ ഇനിയും വൈകിച്ചാൽ ശരിയാവില്ല. ഈ പണി ഇന്നത്തോടെ തീർക്കണം. അങ്ങനെ ഒരുവിധം ബുക്കുകളെല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് അമ്മയുടെ നടു ഒടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അമ്മ എണീറ്റ് പോയിട്ടുണ്ട്. അങ്ങനെ ഞാനും ദേ ഉറങ്ങാനുള്ള തത്രപ്പാടിലാണ്. എങ്ങനെയും ഒന്ന് ഉറങ്ങിയാൽ മതിയെന്നായി. കവർ ചെയ്യാൻ കുറെ നേരം ഇരുന്നത് കൊണ്ട് ആകെക്കൂടെ മടുപ്പായി. ഞാൻ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ബെഡ്ഷീറ്റ് എല്ലാം അലങ്കോലായി കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കുടഞ്ഞു വിരിച്ച് ഞാൻ അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ നേരത്തെ എണീക്കണം, സ്കൂളിൽ പോകണം, എന്തെല്ലാം കാര്യങ്ങളാണ്. സ്കൂളിൽ പോകാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. എന്നാൽ രാവിലെ നേരത്തെ എണീക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് മടിയാവണത്. കിടക്കാൻ നേരത്ത് ഞാൻ അമ്മയോട് പറയുന്നുണ്ടായിരുന്നു രാവിലെ നേരത്തെ എണീപ്പിക്കാൻ. 7 മണിക്ക് എണീപ്പിക്കാൻ പറഞ്ഞാൽ അമ്മ 6 മണിക്ക് തന്നെ 8 മണിയായടാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാൻ തുടങ്ങും. ഇതിവിടെ സ്ഥിരം പരിപാടിയാണ്. സ്കൂളിലേക്ക് സാധാരണ ഞാൻ സൈക്കിളിലാണ് പോവാറ്. എന്നാൽ ഇത്തവണ അമ്മ പറഞ്ഞു മഴക്കാലം കഴിയണ വരെ സ്കൂൾ ബസ്സിൽ വെക്കോളാം. അപ്പൊ ശരി, ഞാൻ ഇനി ഉറങ്ങട്ടെ, നാളെ സ്കൂളിൽ പോകേണ്ടതല്ലേ. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരാം. ഗുഡ് നൈറ്റ്.